നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ വലിയൊരു വിഭാഗം മേഖലകളും സ്വകാര്യ ബസ്സുകൾ ഓടാത്ത സ്ഥലങ്ങളാണ്. നെടുമങ്ങാട്, നെയ്യാറ്റിൻകര പോലെയുള്ള മേഖലകളൊന്നും തന്നെ സ്വകാര്യ ബസ്സുകളെ സർവീസ് നടത്തുന്നില്ല. തിരുവനന്തപുരം നഗരത്തിൽ പോലും ഒരു കാലത്ത് സ്വകാര്യ ബസ് സർവീസുകളെ ഇല്ലായിരുന്നു. ആർ ബാലകൃഷ്ണപിള്ള ഗതാഗത മന്ത്രിയായിരുന്ന കാലത്ത് നടന്ന ട്രാൻസ്പോർട്ട് ജീവനക്കാരുടെ ഒരു സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരം നഗരത്തിലും അന്ന് സ്വകാര്യ ബസ്സുകൾക്ക് അനുമതി ലഭിച്ചത്. എന്നാൽ ഈ സ്വകാര്യ ബസ്സുകളാകട്ടെ പ്രധാനപ്പെട്ട റൂട്ടുകളിൽ തന്നെയാണ് സർവീസ് നടത്തുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെട്ട തിരുവനന്തപുരം നഗരത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള പല സ്ഥലങ്ങളിലും ഇടറോഡുകളിൽ ബസ് സർവീസ് പണ്ടുമില്ലായിരുന്നു. സ്വാഭാവികമായും ഇവിടുത്തെ ജനങ്ങൾ വലിയ തോതിലുള്ള ദുരിതമാണ് അനുഭവിക്കുന്നത്. അവർക്ക് നഗരത്തിൽ ജോലിക്കോ മറ്റോ പോകണമെങ്കിൽ കൂലിപ്പണിക്കാർക്ക് പോലും രാവിലെ ഓട്ടോറിക്ഷ പിടിച്ച് പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. 100-150 രൂപയൊക്കെ കൊടുത്താണ് പലരും ഈ ഓട്ടോറിക്ഷയിൽ നഗരത്തിലേക്ക് എത്തുമായിരുന്നത്. നഗരത്തിൻ്റെ ഭാഗമായ സ്ഥലത്ത് നിന്ന് നഗരത്തിലെ അവരുടെ ജോലി സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയാണ് അവർ ഇത്രയധികം പണം ചിലവാക്കേണ്ടി വന്നത്. ഇതിനൊരു ആശ്വാസമായിട്ടായിരുന്നു ആന്റണി രാജു ഗതാഗത മന്ത്രിയായിരുന്ന കാലത്ത് ഇടറോഡുകളിൽ ബസ് സർവീസ് ആരംഭിച്ചതിന് 10 രൂപയായിരുന്നു ഇതിൻ്റെ ബസ് ചാർജ്. എന്നാൽ കെ.ബി. ഗണേഷ് കുമാർ മന്ത്രിയായ എത്തിയോടുകൂടി ഈ ഇടറോഡുകളിൽ ബസ് സർവീസ് അവസാനിപ്പിക്കുകയും ഈ ബസ്സുകളിലൊക്കെ തന്നെ നിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ 10 രൂപ കൊടുത്താൽ നഗരത്തിലെവിടെയും ഈ ഇലക്ട്രിക് ബസ്സുകൾ പോകാമായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കൂടി മൂലധനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബസ്സുകൾ വാങ്ങിയിരുന്നത്. കേന്ദ്ര സർക്കാർ അനുവദിച്ച പണം ഉണ്ടായിരുന്നു. പിന്നീട് ഈ ബസ്സുകളൊക്കെ തന്നെ തിരുവനന്തപുരം നഗരം വിട്ട് സർവീസ് നടത്താൻ KSRTC ആരംഭിച്ചതോടെയാണ് ഇതിനെതിരെ ശക്തമായ എതിർപ്പ് ഉയർന്നിരുന്നത്. വി രാജേഷ് തിരുവനന്തപുരം മേയറെ ചുമതല ഏറ്റെടുത്തതിന് തൊട്ട് പിന്നാലെ തന്നെ ഇത് അവസാനിപ്പിക്കണമെന്ന് സർക്കാരുമായി ആവശ്യപ്പെട്ടിരുന്നു. ഈ ബസ്സുകൾ വിട്ടുതൽകണമെന്ന്, വീണ്ടും പഴയതുപോലെ ഇടറോഡുകളിൽ സർവീസ് ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ പേരിൽ വി രാജേഷും കെ.ബി. ഗണേഷ് കുമാറും തമ്മിൽ ആദ്യഘട്ടങ്ങളിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും പിന്നീട് വളരെ സമന്വയത്തിൻ്റെ ഒരു വക്താവായ വി രാജേഷ് മന്ത്രിയുമായി ചർച്ച നടത്തുകയും ഇക്കാര്യത്തിലൊരു അന്തിമ ധാരണ എത്തുകയും ഏതായാലും ഇന്ന് ആ വാക്ക് പാലിക്കാൻ വി രാജേഷിന് കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ ഇടറോഡുകളിൽ ബസ് സർവീസ് ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് മേയറുടെ തന്നെ വാർഡായ കൊടുങ്ങാനൂരിൽ നിന്നാണ് കിഴക്കേക്കോട്ടയിലേക്ക് ബസ് സർവീസ് ആരംഭിച്ചത്. 2 സർവീസുകളാണ്. പ്രധാനമായും രാവിലെ വൈകുന്നേരത്ത് മാത്രമാണ് ഈ സർവീസുകൾ ഉള്ളത്. എങ്കിൽ പോലും അത് ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക്, അല്പവരുമാനക്കാർക്ക് തന്നെ ഏറെ ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. 23 റൂട്ടുകളിലേക്കാണ് ഈ ഇടറോഡുകളിൽ ഇനി അങ്ങോട്ട് ബസ് സർവീസ് ആരംഭിക്കുന്നത്. ഇത് വളരെ നിർണായകമായ ഒരു നീക്കം തന്നെയാണ്. കാരണം ഇനി മാറാത്തത് മാറും എന്ന BJPയുടെ മുദ്രാവാക്യം ശരിക്കും യാഥാർത്ഥ്യമാക്കുന്ന രീതിയിലാണ് വി രാജേഷ് ഇക്കാര്യത്തിലൊരു നിലപാടെടുത്തത്. സർക്കാരുമായി നേരിട്ട് തർക്കത്തിന് നിൽക്കാതെ സമന്വയത്തിലൂടെ ചർച്ച നടത്തി കൃത്യമായ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി ഈ ബസ് സർവീസുകൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ള കാര്യം സർക്കാരിന് ബോധ്യപ്പെടുന്ന കാര്യത്തിലൊക്കെ തന്നെ വി രാജേഷിന് വിജയം കാണാനും കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി മാറുകയാണ് ഈ ഒരു ബസ് സർവീസ്. തിരുവനന്തപുരം നഗരത്തിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ആശ്വാസകരമായ കാര്യമാണ്. കാരണം തിരുവനന്തപുരം നഗരത്തിലെ ചില പ്രധാനപ്പെട്ട മേഖലകളിൽ, നഗരത്തിനുള്ളിൽ പോലും, അതായത് തമ്പാനൂർ, കിഴക്കേക്കോട്ട ഭാഗങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചില സ്ഥലങ്ങളിൽ പോലും ബസ് സർവീസ് ഇല്ല. ചില ഇട റോഡുകളിലൊക്കെ തന്നെ അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നൊരു ഓട്ടോറിക്ഷ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്രയും ദൂരം ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളായ വഞ്ചിയൂർ, ശ്രീകണ്ഠേശ്വരം തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ ബസ് സർവീസ് ആരംഭിക്കുന്നത് ആളുകൾക്ക് ഏറെ ഗുണം ചെയ്യും. അന്ന് നേരത്തെ ബസ് സർവീസ് ആരംഭിച്ച സമയത്ത് ഇത് വളരെ പ്രയോജനകരമായ ഒന്നായി മാറുകയായിരുന്നു. നല്ല കളക്ഷനും അന്ന് ലഭിച്ചിരുന്നു. എന്ത് കാരണം കൊണ്ടാണ് കെ.ബി. ഗണേഷ് കുമാർ ഈ സർവീസ് അവസാനിപ്പിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. മാത്രവുമല്ല, നഗരത്തിൽ സർവീസ് നടത്തുന്നതിനെ അനുവദിച്ച ഈ ബസ്സുകളെ നഗരത്തിന് പുറത്തേക്ക് എന്തിന് സർവീസ് നടത്താൻ കൊടുത്തു എന്നുള്ള ഒരു ചോദ്യവും അവിടെ വരുന്നുണ്ടായിരുന്നു. നേരത്തെ ആര്യ രാജേന്ദ്രൻ മേയറായിരുന്ന സമയത്താകട്ടെ ജനവിരുദ്ധ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു മേയർ എന്നുള്ള നിലയിൽ ആളുകൾക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു ഗുണം കിട്ടുന്ന കാര്യം വന്നാൽ അതിനെ അട്ടിമറിക്കുന്നത് അവരുടെ സ്ഥിര രീതിയായിരുന്നത് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഒട്ടും ശ്രദ്ധിക്കാതെ പോവുകയായിരുന്നു. കാരണം മേയറും സർക്കാരിൻ്റെ ഭാഗം പിടിച്ച് നിൽക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഔദ്യോഗികമായി മേയർ ഈ ബസ് സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് കേട്ടതെങ്കിലും അക്കാര്യത്തിലൊരു സമ്മർദ്ദം ചെലുത്തിയതായി നമ്മളാരും തന്നെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. വി രാജേഷിനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ കേരളത്തിലെ ആദ്യത്തെ മേയർ എന്നുള്ള നിലയിൽ താൻ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നുള്ളത് രാജേഷിൻ്റെ കൂടി ഒരു കടമയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഒരു കാലഘട്ടത്തിൽ തങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങളൊക്കെ തന്നെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു പദ്ധതി തന്നെയാണ് വി രാജേഷ് തിരുവനന്തപുരത്ത് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഒരുപക്ഷെ ഇനിയും കൂടുതൽ ഇത്തരത്തിലുള്ള ബസ്സുകൾ കേന്ദ്ര സർക്കാർ കൂടി സഹായത്തോടെ ലഭിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ ഇടവഴികളിലും ഒക്കെ തന്നെ ഈ KSRTC ബസ്സുകൾ എത്തുകയും അവിടെ ജനങ്ങൾക്ക് ഏറെ ആശ്വാസം പകരുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. രാവിലെ വലിയ ആവേശകരമായ ഒരു സ്വീകരണമാണ് ഈ ബസ് സർവീസിന് ജനങ്ങൾക്കിടയിൽ നിന്നൊക്കെ തന്നെ ലഭിച്ചത്. രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും ഈ ഒരു സർവീസ് ഉദ്ഘാടനത്തിന് എത്തുകയും ചെയ്തു എന്നുള്ളതും ഏറെ
ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഏതായാലും തിരുവനന്തപുരം നഗരത്തിലെ ഇട റോഡുകളുടെ എല്ലാം തന്നെ ഇനി ആനവണ്ടി ചീറിപ്പായും എന്നുള്ള കാര്യം ഉറപ്പായി.